ആന്റോ കെസ്റ്റൺ. യുവജന പ്രക്ഷോഭം ആഴമേറിയ മുറിവാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയത്. അത് തൊലിപ്പുറത്തുള്ളൊരു മുറിവായി കാണാനേ കഴിയില്ല. അത് ഉണങ്ങാൻ വളരെ സമയമെടുക്കും എന്നുള്ളതാണ്. ബി ജെ പിയുടെ എല്ലാ കാലത്തെയും അവരുടെ ഒരു ആയുധം എന്ന് പറയുന്നത് ഭയമായിരുന്നു. ഭയപ്പെടുത്തി നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 12 വർഷവും ഈ ആനയെ തോട്ടിച്ചാരി നിർത്തിയതുപോലെ ഭയപ്പെടുത്തി നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്. അവർ MLA-മാരെ വിലയ്ക്ക് വാങ്ങി, അവർ MP-മാരെ വിലയ്ക്ക് വാങ്ങി, അവർ രാഷ്ട്രീയത്തെ അട്ടിമറിച്ചു, അവർ ഇന്ത്യയിലെയും വിദേശ മാധ്യമങ്ങളെപ്പോലെ വരെ നിലയ്ക്ക് നിർത്താൻ ഈ പറയുന്ന ED-യെയും ഇൻകം ടാക്സിനെയും GST-നെയും NIA-നെയും എല്ലാ പോലീസിനെയും എല്ലാം ഉപയോഗിച്ചു എന്നുള്ള, സൈന്യത്തെ വരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അവർ ഭയപ്പെടുത്താൻ വേണ്ടി ഒരു ആയുധമായി എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കാശ്മീരിലെ കല്ലേറ് തടയാൻ കഴിയുമെങ്കിൽ ഡൽഹി ഞങ്ങൾക്ക് പുഷ്പം പോലെയാണ് എന്ന് പറഞ്ഞവർക്ക് എന്തു പറ്റി? അനങ്ങാൻ പറ്റിയില്ല. കല്ലെറിയാൻ വന്നവർ മുണ്ടും മടക്കി കുത്തി തിരിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ കല്ലേറ് തടയാൻ വന്നവർ മുണ്ടും മടക്കി കുത്തി തിരിച്ചു പോകുന്നതാണ് കണ്ടതാണ് നമ്മൾ കാണുന്നത്. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ യുവജന പ്രസ്ഥാനങ്ങളെല്ലാം ഒന്ന് എണീറ്റു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് കഴിഞ്ഞ 12 വർഷം? അരുൺ സാർ പറഞ്ഞതാണ് എൻ്റെ ഏറ്റവും കാര്യം. ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ഒരാൾ പോലും അവരുടെ ഓർമ്മ വെച്ച കാലത്തൊന്നും അവർ കോൺഗ്രസിൻ്റെയോ മറ്റോ ഭരണമോ കണ്ടിട്ടില്ല. അവർ കണ്ടത് മുഴുവൻ എന്താണ്? BJP-ൻ്റെ ഭരണം മാത്രമാണ്. ഏകാധിപത്യ ഭരണം എന്നുള്ളതല്ലാതെ എന്താണ് പറയുക? നിങ്ങൾക്ക് ബംഗാളി ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അവിടെ എത്ര പേർ BJP-ക്ക് വോട്ട് ചെയ്തിരുന്നു? അവിടെ എങ്ങനെയാണ് BJP-യിലേക്ക് MP-മാർ എത്തിയത്? എങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ BJP-യിലേക്ക് MP-മാർ എത്തിയത്? അത് BJP-യുടെ ലേബലിൽ നിന്ന് മത്സരിച്ച് ജയിച്ചവരാണോ? അവരൊന്നും BJP-യുടെ ലേബലിൽ നിന്ന്, NDA-യുടെ ലേബലിൽ നിന്ന് മത്സരിച്ച് ജയിച്ചവരല്ല. മഹാരാഷ്ട്രയിലായാലും ബംഗാളിലാണെങ്കിലും എങ്ങനെയാണ്? എല്ലാവരും പർച്ചേസ് ചെയ്തു. അപ്പം ആ ഒരു രീതിയിലേക്ക് സംവിധാനം മാറി എന്നുള്ളതാണ്. എല്ലാ കാലത്തും അടികൊണ്ട് ജനങ്ങൾ ഇങ്ങ് നിൽക്കും എന്ന് വിചാരിച്ചിടത്താണ്, ഭയപ്പെടുത്തി നിർത്താം എന്ന് പറഞ്ഞ് വിചാരിച്ചിടത്താണ് ഭയത്തെ അവർ എല്ലാവരും പുഷ്പമോഹല കണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് ഒരു പേടിയില്ലാതായി, ജനങ്ങൾക്ക് പേടിയില്ലാതായി. ED-ക്കും ഇൻകം ടാക്സിന് പിടിക്കാൻ പറ്റുന്നതിനേക്കാളും മേലെ വിദ്യാർത്ഥികൾ മാറി എന്നുള്ളതാണ്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? മോപരിചയമുള്ള എത്ര ആൾക്കാർക്ക് ഇപ്പോൾ ഈ പറയുന്ന CJP പാർട്ടിയുടെ ഒരു 4-5 ആൾക്കാരെ മുഖപരിചയമുണ്ട് എന്നുള്ളതല്ലാതെ ആരെയാണ് മുഖപരിചയമുള്ളത്? ഒരാളെപ്പോലും മുഖപരിചയമില്ല എന്നുള്ളതാണ്. അവർ പാറ്റകളായും പുഴുക്കളായും പറവകളായും എല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പാറ്റയുടെ പേര് വെച്ച് ലോകത്തൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി ഒരു സർക്കാരിനെ വിറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയ സാറേ. പാറ്റ ഹിറ്റടിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറി. കാരണം സാധാരണ പാറ്റകൾക്കെതിരെയാണ് ഹിറ്റടിക്കുക, ഇത് പാറ്റ ഹിറ്റടിക്കുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എല്ലാ രാജ്യത്തും എല്ലാ ലോകത്തും ഈ പറഞ്ഞ ഏകാധിപത്യ ഭരണം ഒരു നാൾ അവസാനിക്കും. അത് ഒരു നാൾ ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ജനങ്ങളാലാണ് ചോദ്യം ചെയ്യപ്പെടുക. അതിന് മറുപടി ഉണ്ടാവില്ല. രാത്രി 12 മണിക്കും ഇവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് രാത്രി 12 മണി വരെ ശ്രമം നടത്തിയില്ലേ? എല്ലാ കുപ്രചരണങ്ങളും ചെയ്യാൻ വേണ്ട എല്ലാ സംവിധാനവും ഉപയോഗിച്ചു. അവസാനം നായകൻ തന്നെ വന്ന് കുപ്രചരണത്തിന് നേതൃത്വം കൊടുത്തു. വിജയിച്ചില്ല. ഇന്ത്യയിൽ BBC വരെ ഈ പറയുന്ന ലോകത്ത് എല്ലാ രാജ്യത്തും പ്രവർത്തിക്കുന്ന BBC-യുടെ ബ്യൂറോ വരെ ഡൽഹിയിൽ പൂട്ടിപ്പോയി. എന്തുകൊണ്ടാണ് പൂട്ടിയത്? മുംബൈയിൽ പൂട്ടിപ്പോയി. ED-നെ ഇൻകം ടാക്സിന് വെച്ച് റെയ്ഡ് നടത്തി BBC-യുടെ ഓഫീസിൽ. അവർ BBC-യുടെ ഓഫീസ് ഇവിടെ പൂട്ടി. അവരെ തൊട്ടടുത്ത രാജ്യത്തിരുന്ന് ഇന്ത്യയിലെ വാർത്ത കൊടുക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? എന്നാൽ ലോകത്ത് മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു ന്യൂസ് ചാനലിൻ്റെ ഓഫീസ് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെ വലയിലാക്കി എന്നുള്ളതാണ്. ഇനി വലയിലാക്കാത്ത മാധ്യമങ്ങളെ എന്ത് ചെയ്തു? കോർപ്പറേറ്റ് കൊണ്ടുപോയി ഇവരുടെ കൂടെ നിൽക്കുന്ന കോർപ്പറേറ്റുകളെ കൊണ്ട് വിലക്കെടുപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ കയ്യിലേക്ക് എല്ലാ സംവിധാനങ്ങളെയും കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്നിൽ ഇരുട്ടറയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ള നിലയിലേക്ക് വന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലൊക്കെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലൊക്കെ MP-മാരൊക്കെ കൂട്ടത്തോടെ BJP പോയല്ലോ. വാഷിംഗ് മെഷീൻ എന്നാണല്ലോ പറയുന്നത്. കാരണം അവിടെ ED-യിലും ഇൻകം ടാക്സിലും കേസുള്ളവനെയും മറ്റവനെയൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന ED ഇൻകം ടാക്സും അന്വേഷണമില്ല. എങ്ങനെയാണ് അന്വേഷണം ഇല്ലാതായത്? എല്ലാ കാലത്തും പറയുന്നുണ്ട്. കാരണം രാഷ്ട്രീയത്തിന് പുറത്ത് രാഷ്ട്രീയം കൊണ്ട് നേരിടാൻ നോക്കിയാൽ വിജയിച്ചോണമെന്നില്ല. അവരപ്പോൾ അതാണ് ഇപ്പം BJP ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. ഇത് കോൺഗ്രസിൻ്റെ വിജയമല്ല, ഇത് ഇന്ത്യ മുന്നണിയുടെ വിജയമല്ല, ഇത് CJP-യുടെ വിജയമാണെന്ന് BJP പറയുകയാണ്. ഇത് CJP-യുടെ വിജയമെന്ന് പറയുന്നത് ആരാണ്? CJP അമേരിക്കയുടെ ഫണ്ട് മേടിച്ചു സമരം നടത്തിയെന്നിവർ പറഞ്ഞ, ചൈനയുടെ ഫണ്ട് മേടിച്ച് സമരം നടത്തിയെന്നിവർ പറഞ്ഞ, പാകിസ്ഥാൻ്റെ ചാരന്മാരാണ്, രാജ്യദ്രോഹികളാണ് എന്നിവർ പറഞ്ഞ CJP-യുടെ സമരം വിജയിച്ചു എന്ന് BJP പറയുകയാണ്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താ? അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സപ്പോർട്ടായി ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റായി ഇത് വളർന്നാൽ BJP-ക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്. അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെയാണ്, 3-1
1/3 BJPക്ക് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം 1% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. ബാക്കി 2% 1% ഇവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു 2/3 ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരു അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്ത അവസ്ഥയിലേക്ക് BJP ഇനി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. മൻ കി ബാത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു BJP എന്നുള്ളതാണ്. മൻ കി ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ ആണ്. റേഡിയോയുടെ കാലം കഴിഞ്ഞു. റേഡിയോയിൽ വെച്ച് റേഡിയോയിൽ കൂടെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജനത്തെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലത്തിന് യോജിച്ചതാണോ? എന്താ അതിനർത്ഥം? ഇന്നും റേഡിയോ കേട്ട് ജീവിക്കേണ്ട ഒരു വലിയ വിഭാഗം, അല്ലെങ്കിൽ കോടിക്കണക്കിന് 50%-ലധികം വരുന്ന ജനങ്ങളുടെ വീട്ടിൽ റേഡിയോ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കേരളത്തിൻ്റെ അവസ്ഥ നോക്കണ്ട, നമ്മൾ കർണാടകൻ്റെയോ തമിഴ്നാടിൻ്റെ അവസ്ഥ നോക്കണ്ട. ഈ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും TV കണ്ടിട്ടില്ല. ഒരു മണ്ഡലത്തിൽ, ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു സിനിമാ കോട്ട ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് കൂടുതലും. അവിടെ എന്താണ്? അവിടെ റേഡിയോ മാത്രമേ ഉള്ളൂ. ആ റേഡിയോയിൽ കൂടെ പ്രധാനമന്ത്രി സംസാരിക്കുക. ഏതാ വർഷം, ഏതാ നൂറ്റാണ്ട്? 2026 റേഡിയോ. എന്നിട്ട് അതേ ശൈലിയിൽ പോവുകയാണ്. അവിടുന്ന് ഇപ്പോഴാണ് ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നൊരു സംവിധാനം എവിടെയുണ്ടെന്നും ആ ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ് പ്രധാനമന്ത്രി സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം റീലുകൾ വരികയാണ്. അതെങ്ങനെയാണ്? 15 സെക്കൻഡ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു പ്രധാനമന്ത്രി ഇറങ്ങിയിരിക്കുന്നു. 15 സെക്കൻഡുള്ള റീലുകളാക്കേണ്ട അവസ്ഥ ഒരു പ്രധാനമന്ത്രിക്ക് വന്നു. പ്രധാനമന്ത്രി അങ്ങനെ റീലുകൾ സംസാരിക്കേണ്ട ആളാണോ? പ്രധാനമന്ത്രി രാജ്യത്തോടാണ് സംസാരിക്കേണ്ടത്, അല്ലേ? പ്രധാനമന്ത്രി കുറച്ച് ജൻസികളോടും കുറച്ച് യുവാക്കളോടും കുറച്ച് വയസ്സായവരോടും കുറച്ച് കർഷകരോടും അങ്ങനെയല്ലല്ലോ. പ്രധാനമന്ത്രി ആരോടാണ് അഡ്രസ്സ് ചെയ്യുന്നത്? രാജ്യത്തോടാണ്. രാജ്യത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അതിനൊരു വിഷൻ വേണം പ്രധാനമന്ത്രിക്ക്. ആ വിഷൻ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ എടുക്കുന്ന ഡിസിഷനാണോ ആ വിഷൻ എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ GDP-യിൽ C കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്. C കാറ്റഗറി എന്താ പറഞ്ഞതെന്നറിയോ? C കാറ്റഗറി കൊടുക്കാൻ പറഞ്ഞപ്പം C കാറ്റഗറി ലോക രാജ്യങ്ങളുടെ ഗ്രേഡ് ഇതിൽ നോക്കുമ്പോൾ C ആണ്. അതിന് കാരണം പറഞ്ഞത് എന്താണ്? കാരണം പറഞ്ഞത് 2011 എത്തിയിട്ടേ ഉള്ളൂ. ഇത് 2026 ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ ഇന്ത്യ ഈ പറയുന്ന 124 സ്ഥാനത്തെ കണ്ടാണ് ഇന്ത്യ. 124. കാരണം എന്താണ്? കാരണം മൊബൈൽ ഫോൺ ഇല്ലാത്ത 30% ആൾക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ. മൊബൈൽ ഫോൺ ഇല്ലാത്ത 30% രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ മനസ്സിലാക്കി വേണ്ടേ പ്രവർത്തിക്കാൻ? ഇങ്ങനെയാണോ നമ്മളൊരു രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യേണ്ടത്? എന്താണ്? ഒരു സുപ്രഭാതത്തിൽ രാത്രി വന്ന് പറയുകയാണ് എന്ത്? എല്ലാവരെയും ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആരെയാണ് ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഈ പറയുന്ന ഇതിനുമായി ബന്ധപ്പെട്ട എല്ലാവരും. പിറ്റേ ദിവസം രാവിലെ 46 പേരെ പിരിച്ചുവിടുകയാണ്. അതെ, 36 പേരുള്ള സ്ഥലത്ത് 46 പേരെ പിരിച്ചുവിടുന്നു. ഞാൻ പറയുന്നത് 36 പേരെ പെർമനൻറ്റ് സ്റ്റാഫുള്ളൂ. ഈ പറഞ്ഞ NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ 38 പേരാണ് എത്രയുള്ളത്? പെർമനൻറ്റ് സ്റ്റാഫുള്ളൂ. അവിടെ 47 പേരെ പിരിച്ചുവിടുകയാണ്. അപ്പം ഈ 10 പേരെ എവിടെ നിന്നാണ് വന്നത്? ഈ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികൾ അത് ചോദിക്കത്തില്ലേ? ഇത് വിദ്യാർത്ഥികൾ പെല്ലറ്റ് തോക്ക് കൊണ്ട് വെടിവെക്കുന്ന സമയത്ത് ഇന്നത്തെ സോഷ്യൽ മീഡിയ പെല്ലറ്റ് തോക്കിൻ്റെ വിഷ്വൽ കിട്ടില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? അങ്ങനെ വിചാരിക്കുന്ന ഒരു ഭരണാധികാരിയുള്ള ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഡൽഹിയിൽ ഡൽഹി പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ നരനായിട്ട് നടന്നു. ഈ ഇതിനൊന്നും മറുപടി പറയണ്ടേ കേന്ദ്ര സർക്കാർ? ഞാൻ പറയുന്നത് സമരത്തിനൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു. ആ സ്ലോഗൻ വിജയിച്ചിരിക്കുന്നു. ആ സ്ലോഗനിൽ അവരെ 3 ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ 4 ആവശ്യങ്ങളുണ്ട്. 4 ആവശ്യമില്ല, 10 ആവശ്യം പറഞ്ഞാലും അത് അവർ കൊടുത്തേനെ. പക്ഷേ എന്താണ് ഈ പറയുന്ന സംവിധാനം? ഇന്ന് നാളെ കോൺഗ്രസ് ചോദിക്കാൻ പോകുന്നതാണ് ഏറ്റവും വാലിഡായ ക്വസ്റ്റ്യൻ. ഒരു വിദ്യാർത്ഥികളെ ഈ പറയുന്ന ഡൽഹിയിൽ പോലീസിൽ എന്തിന് തല്ലി, എന്തിന് പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചു, എന്തിന് ആക്രമിച്ചു എന്നുള്ളതിന് മറുപടി പറയണ്ടേ? ആ കുട്ടികൾ മുഴുവൻ അടി കൊണ്ടി തല കൊട്ടി വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലും കിടക്കുന്ന കുട്ടികൾ എന്ത് പഠിച്ചിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ട് അവർ അടി കൊണ്ടത്? അവർക്ക് അടി കൊണ്ടതിന് മറുപടി പറയണ്ടേ? BJPയെ സംബന്ധിച്ചിടത്തോളം മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അരുൺ സാറേ, ഇനിയിപ്പോൾ എന്താണ് സംഭവം? ഇനിയൊരു 3 വർഷം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ്റെ വർഷങ്ങളാണ്. ഇനി അടുത്ത വർഷം ഇലക്ഷൻ, അത് കഴിഞ്ഞ ഇലക്ഷൻ, അതോടുകൂടി പ്രധാനപ്പെട്ട പാർലമെൻറ്റ് ഇലക്ഷൻ വരികയാണ്. ഇതിനെ സെറ്റിൽ ചെയ്യാൻ BJPന് മുന്നിൽ സമയം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എന്താണ്? കർഷക പ്രശ്നം അവിടെ നിൽക്കുകയാണ്. കർഷക പ്രശ്നം തീർത്തിട്ടില്ല, അയോധ്യ നിൽക്കുകയാണ്. കർഷക പ്രശ്നവും അയോധ്യയും എന്ന് പറയുന്നത് ചെറുതാണോ? ഇവർ ആകെ പിടിച്ചത് എന്താ? ഹിന്ദുത്വ രാഷ്ട്രീയം മുൻനിർത്തിയിട്ടാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം മുൻനിർത്തി കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് എന്താ? കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ഇലക്ഷൻ്റെ സമയത്താണ് തറക്കല്ലിടുന്നത്, അല്ലേ? അതിനെ നേരിട്ടത് തറക്കല്ലിട്ടിട്ടാണ്.
അയോധ്യ രാമക്ഷേത്രം പണിയാൻ നമ്മൾ ഇവിടെ അധികാരത്തിൽ വേണം എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം തറക്കല്ലിട്ടത് അല്ലേ? ഇലക്ഷൻ നേരിട്ട് അങ്ങനെയാണ്. അടുത്ത എന്താണ് തറക്കല്ലിട്ടത്? അത് കഴിഞ്ഞ് ഈ ഇലക്ഷൻ നേരിട്ട് എങ്ങനെയാണ്? അയോധ്യ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടാണ് അല്ലേ? ഇനി എന്താണ് അടുത്ത ഇലക്ഷൻ നേരിട്ട് എന്തറിയോ? അയോധ്യ തറക്കല്ലിട്ട് പണിതെടുത്ത് അഴിമതി നടത്തിയതിന് വേണ്ടിയിട്ടാണ്, കളവ് നടത്തിയതിന് വേണ്ടിയിട്ടാണ്, അവിടെ കൊള്ള നടത്തിയതിൻ്റെ പേരിലാണ്. അതിനെ നേരിടുക എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ കൂടെ വിശ്വാസികൾ നിൽക്കില്ല. മറ്റുള്ള രണ്ട് കാര്യത്തിന് വിശ്വാസികൾ നിൽക്കും. ഏത്? നിങ്ങൾ തറക്കല്ലിടുന്നതിന് വിശ്വാസികൾ നിൽക്കും, നിങ്ങൾ ഈ പറഞ്ഞ ക്ഷേത്രം പണിയുന്നതിനും വിശ്വാസികൾ നിൽക്കും. കൊള്ളയടിക്കാൻ വിശ്വാസികൾ നിൽക്കുമോ? അതിന് മറുപടി പറയേണ്ട ഒരു ഇപ്രാവശ്യം BJP. അതാണ്. അപ്പം എന്താണോ ഉദ്ദേശം, ആ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ ഉദ്ദേശ ലക്ഷ്യം ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇനി രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? കർഷക പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം അടിച്ചൊതുക്കുക ചെയ്തത്. അത് സെറ്റിൽ ചെയ്തിട്ടില്ല, ഒരു ചർച്ച നടത്തിയിട്ടില്ല. അവിടെ ആ കർഷക പ്രശ്നം അടിച്ചൊതുക്കിയാണ് നിൽക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെ അടിച്ചൊതുക്കാൻ പറ്റുമോ? മറ്റേ നരൻ സിനിമയിൽ പറയുന്നല്ലോ, ഇനി എനിക്ക് പേടിയില്ല, ഇനി എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം എന്നുള്ള നിലയിലേക്ക് വിദ്യാർത്ഥികളും കർഷകരും മാറി എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു. വലിയ മുറിവാണ് BJPക്ക് ഉണ്ടായത്. ഈ മുറിവ് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നതായി വിചാരിച്ചു. CJP ആയിരുന്നു ഇപ്പോൾ BJPക്ക് തലവേദനയായിരുന്നെങ്കിൽ, നേരത്തെ നമ്മുടെ പിയാസിൽ പറഞ്ഞതുപോലെ ഇനി തലവേദനയാവാൻ പോകുന്നത് സോപോച്ചോ ആണ്. സോപോച്ചോ എന്താണ്? ഒന്ന് സോയാബീൻ, മറ്റൊന്ന് പരുത്തി, ചോളം. ഈ 3 വിളകളുള്ള കർഷകർ തെരുവിലിറങ്ങാൻ പോവാണ്. ഇൻഡോ അമേരിക്കൻ പെട്രോളിയം പ്രശ്നം വേറെ ഉണ്ട്, പെട്രോളിയം വേറെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അത് പിന്നിൽ പിന്നെ പെട്രോളിയം നിൽക്കുന്നുണ്ട്. E20 ഒരു ജനതാ പാർട്ടി എന്ന മട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ വരികയാണ്. എന്താണ് പിയാസുൽ? ഇന്ത്യയിൽ 11 കോടി കർഷകരുണ്ട്. ഇന്ത്യയിൽ അതെ 11 കോടി കർഷകർ. ഒരു വീട്ടിൽ ഈ കർഷക കുടുംബങ്ങളിൽ 2-3 വോട്ടർമാരുണ്ടാകും. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് ഒരു 22-30 കോടി വോട്ടർമാർ വരും. അവരും തൊഴിലാളികളുടെ വോട്ടർമാർ 61 കോടി. BJPയുടെ വോട്ട് ബാങ്ക് ആയിരുന്നു ഇവരിൽ പലരും. ഇവരുടെയൊക്കെ രക്ഷിതാക്കൾ മോദി 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 എന്ന് വിളിച്ചവരാണ്. അവരുടെ മക്കളും കൊച്ചുമക്കളുമാണ് ഇപ്പോൾ തെരുവിൽ സർക്കാരിനെതിരെ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾക്ക് ഇത് ഇറങ്ങാത്ത ഇപ്പം ഞാൻ പറയും, ഇപ്പം വയനാടിൻ്റെയും ഇടുക്കിയുടെയും കേരളത്തെ കാര്യം മാത്രം പറയാം. രാസവളത്തിൻ്റെയൊക്കെ വിലയുണ്ടല്ലോ, രാസവളത്തിൻ്റെയൊക്കെ വില 2011 വെച്ചുമ്പോൾ 6 ഇരട്ടി 8 ഇരട്ടിയായി. ഇന്നത് ഇന്ത്യ ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ്. ഒരു ചാക്ക് 200-250 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന രാസവളമൊക്കെ ഇപ്പം 2800-3000 കൊടുത്താലാണ് കിട്ടുക. 250 അപ്പം ഇത് ചർച്ച ചെയ്യാൻ കർഷകരുടെ വെമ്പുമാണ്. മുന്നോട്ടിട്ട് കൊടുത്താൽ മാത്രം മതി. ഇരിക്കുന്നത് ഒരു പ്രഷർ കുക്കറിലാണ്. ആ പ്രഷർ കുക്കറിന്റെ ഒരു വാൽവ് മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷേ പലവിധ വാൽവുകളും ഓപ്പണായി വരും എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ദേശീയ രാഷ്ട്രീയം സംഭവബഹുലമാകുന്നു എന്നുള്ളതാണ്, ഡൈനാമിക് ആവുന്നു ജനാധിപത്യം എന്നുള്ളതാണ്. ഏകാധിപത്യം ചോദിക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളും സ്ഥലങ്ങളും നമുക്കും പ്രിയപ്പെട്ടവരാണ്. അപരാജിതനായ ഭരണാധികാരി എന്നുള്ള ഒന്നും ചെയ്യപ്പെടാനാവാത്ത ഒരു മേലാധികാരി എന്ന ഒരു ഏകാധിപതി എന്ന ഒരു ക്ലൗട്ട് മാറുകയാണ് മോദിക്ക്. രാജാവ് നഗ്നനാണെന്ന് പണ്ട് മോദിയെ അനുകൂലിച്ചിരുന്നവരുടെ കൊച്ചുമക്കൾ തെരുവിൽ വന്ന് പറയുന്ന സമയമാണിത്. Meet the editors.